കൂട്ടുകാരെ, എല്ലാവർക്കും ഹിസാന വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇക്വേഷൻസ് മാത്സിൻ്റെ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഇക്വേഷൻസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ആൾജിബ്രിക് മെത്തേഡ് എന്ന് ഹെഡിങ് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ ആ നോട്ട്സൊക്കെ എഴുതിയിട്ട് വേണം ഇത് എഴുതാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആൾജിബ്രിക് മെത്തേഡ് എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് നോക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 80 meters and its length is 1 meter, more than twice the breadth. What are its length and breadth? The perimeter of a rectangle is 80 meters and its length is 1 meter, more than twice the breadth. What are its length and breadth? So answer, breadth is equal to x, length is equal to 2x plus 1, 2x plus 1 plus 2x plus 1 plus x plus x plus is equal to 80. അതായത് 2x plus 1 എന്ന് പറയുന്നത് ലെങ്ത്തും എക്സ് എന്ന് പറയുന്നത് ബ്രെഡ്ത്തും ആണ്. അപ്പോൾ ഇവിടെ പെരിമീറ്റർ എന്ന് പറയുന്നത് 80 എന്ന് തന്നിട്ടുണ്ട്. 80 എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ആ ഒരു സൈഡിൻ്റെ സമ്മാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ 80 meters എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്രെഡ്ത്ത് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ലെങ്ത്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിൻ്റെ 2 മടങ്ങിനോട് 1 കൂട്ടിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്രെഡ്ത്ത് എക്സ് എന്ന് എടുത്തിട്ട് ലെങ്ത്തിനെ 2x plus 1 എന്നെടുത്തത്. അപ്പോൾ ഇവിടെ 2x plus 1 plus 2x plus 1 plus x plus x is equal to 80 എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പെരിമീറ്റർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് റെക്റ്റാങ്കിളിൻ്റെ സൈഡിൻ്റെ മുഴുവൻ സമ്മ് അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. 2x plus 1 എന്ന് പറയുന്ന ഒരു സൈഡായി, ഒരു ലെങ്ത്തായി, 2x plus 1 എന്ന് പറയുന്ന മറ്റേ സൈഡിൻ്റെ ലെങ്ത്തായി. പിന്നെ ബാക്കിയുള്ളത് 2 ബ്രെഡ്ത്തും കൂടെയാണ്. അതായത് നമ്മൾ എക്സ് പ്ലസ് എക്സ് എന്ന് കൊടുക്കുന്നു. അത് മുഴുവൻ ആണ് 80 എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 6x plus 2 is equal to 80. അതായത് നമ്മളത് സിംപ്ലിഫൈ ചെയ്തതാണ്. 6x is equal to 80 minus 2 is equal to 78. 6x is equal to 78. x is equal to 78 divided by 6. So x is equal to 13. നമുക്കപ്പോൾ ബ്രെഡ്ത്ത് 13 എന്ന് കിട്ടി. അപ്പോൾ ഈ ലെങ്ത്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത്ത് ഇവിടെ 2x plus 1 ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് 13 into 2 plus 1 എന്ന് ചെയ്താൽ മതി. സോ 13 into 2 plus 1 is equal to 27. സോ ലെങ്ത്ത് 27, ബ്രെഡ്ത്ത് 30. അത് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് സൈഡിൽ എഴുതി വയ്ക്കാം. 2 into 27 plus 13 is equal to 80. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫ്രം എ പോയിന്റ് ഓൺ എ ലൈൻ another line is to be drawn such that the angle on one side is 50 degrees more than the angle on the other side. How much is the smaller angle? From a point on a line, another line is to be drawn such that the angle on one side is 50 degrees more than the angle on the other side. How much is the smaller angle? Answer, small angle is equal to x, large angle is equal to x plus 50 degree. അത് മനസ്സിലായല്ലോ. കാരണം സ്മോൾ ആംഗിൾ നമ്മൾ എക്സ് എന്ന് കൊടുത്തു, ലാർജ് ആംഗിൾ എക്സ് പ്ലസ് 50 എന്ന് കൊടുത്തു. കാരണം ഈ സ്മോൾ ആംഗിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലാർജ് ആംഗിൾ തന്നിട്ടുള്ളത്. സോ എക്സ് പ്ലസ് 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം ഒരു വരയിലെ സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? എന്തായാലും 180 ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് എക്സ് പ്ലസ് 50 ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതിയിരിക്കുന്നത്. ബാക്കി അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പോയാൽ അതിൻ്റെ ഉത്തരം കിട്ടും. 2x plus 50 degree is equal to 180 degree. 2x is equal to 180 minus 50 degree is equal to 130 degree. So x is equal to 130 divided by 2 is equal to 65 degree. അതായത് നമുക്ക് സ്മോൾ ആംഗിൾ 65 ഡിഗ്രി എന്ന് ലഭിച്ചു. ഇനി ലാർജ് ആംഗിൾ 65 plus 50 is equal to 115 degree.
എന്ന് നമുക്ക് ലഭിക്കും. സോ സ്മോൾ ആംഗിൾ 65 ഡിഗ്രി, ലാർജ് ആംഗിൾ 115 ഡിഗ്രി. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. The price of a book is 4 rupees more than the price of a pen. The price of a pencil is 2 rupees less than the price of the pen. The total price of 5 books, 2 pens and 3 pencils is 74 rupees. What is the price of each? The price of a book is 4 rupees more than the price of a pen. The price of a pencil is 2 rupees less than the price of the pen. The total price of 5 books, 2 pens and 3 pencils is 74 rupees. What is the price of each? ഉത്തരം, ഇവിടെ പെൻസിലിൻ്റെ റേറ്റും ബുക്കിൻ്റെ റേറ്റും പെന്നിൻ്റെ റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എക്സിന് കൊടുക്കേണ്ടത് ഓഫ് കോഴ്സ് നമ്മൾ പെന്നിനാണ്. പ്രൈസ് ഓഫ് പെൻ ഈസ് ഈക്വൽ ടു എക്സ്, price of pencil is equal to x minus 2, price of book is equal to x plus 4. അപ്പോൾ ഇവിടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. 2 പേനയും 3 പെൻസിലും 5 ബുക്കുമാണ് വാങ്ങിച്ചത്. അതിന് അത്രയും വാങ്ങിച്ചത് കൊണ്ടാണ് 74 റുപ്പീസ് ആയത്. അപ്പോൾ നമ്മൾ ഈ ഒരു പെന്നിൻ്റെ വിലയാണ് നമ്മൾ എക്സിന് കൊടുത്തത്, ഒരു പെൻസിലിൻ്റെ വിലയാണ് നമ്മൾ എക്സ് മൈനസ് 2 കൊടുത്തത്, ഒരു ബുക്കിൻ്റെ വിലയാണ് നമ്മൾ എക്സ് പ്ലസ് 4 കൊടുത്തത്. അപ്പോൾ ഇത് 2 പേനയാക്കണം, 3 പെൻസിലാക്കണം, 5 ബുക്കിൻ്റെ വിലയായിട്ടും മാറ്റണം. അതുകൊണ്ട് നമ്മൾ 2x, 3x minus 2, 5x plus 4. So 2x plus 3x minus 2 plus 5x plus 4 is equal to 74 rupees. 5 into x plus 4 plus 2x plus 3 into x minus 2 is equal to 74. 5x plus 20 plus 2x plus 3 into x minus 2 is equal to 74. 5x plus 20 plus 2x plus 3x minus 6 is equal to 74. 5x plus 2x plus 3x plus 20 minus 6 is equal to 74. 10x plus 20 minus 6 is equal to 74. 10 plus 14 is equal to 74. 10 is equal to 74 minus 14. 10x is equal to 60. X is equal to 60 divided by 10. X is equal to 6. അപ്പോൾ നമുക്ക് പെന്നിൻ്റെ പ്രൈസ് 6 എന്ന് ലഭിച്ചു. ഇനി ബാക്കി പെൻസിലിൻ്റെയും ബുക്കിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? പ്രൈസ് ഓഫ് പെൻ ഈസ് ഈക്വൽ ടു 6 റുപ്പീസ്. സോ പ്രൈസ് ഓഫ് പെൻസിൽ ഈസ് ഈക്വൽ ടു 6 മൈനസ് 2 ഈസ് ഈക്വൽ ടു 4 റുപ്പീസ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു പെന്നിൻ്റെ വിലയേക്കാൾ പെൻസിലിൻ്റെ വില 2 രൂപ കുറവാണെന്ന്. പ്രൈസ് ഓഫ് ബുക്ക് ഈസ് ഈക്വൽ ടു 6 പ്ലസ് 4. പെന്നിൻ്റെ വിലയേക്കാൾ ബുക്കിൻ്റെ വില 4 രൂപ കൂടുതലാണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. സോ പ്രൈസ് ഓഫ് ബുക്ക് ഈസ് ഈക്വൽ ടു 6 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 10 റുപ്പീസ്. അപ്പോൾ പെന്നിൻ്റെ പ്രൈസ് 6 റുപ്പീസ്, പെൻസിലിൻ്റേത് 4 റുപ്പീസ്, ബുക്കിൻ്റേത് 10 റുപ്പീസ്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ 1ാമത്തെ പാർട്ട്. The sum of 3 consecutive natural numbers is 36. What are the numbers? The sum of 3 consecutive natural numbers is 36. What are the numbers? Answer: x plus 1 plus x plus 2 is equal to 36. 3x plus 3 is equal to 36. 3x is equal to 33. 36 minus 3 is equal to 33. 3x is equal to 33. X is equal to 33 divided by 3 is equal to 11. അതായത് 3 അടുത്തടുത്തുള്ള സംഖ്യകളുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തടുത്തിട്ടുള്ള 3 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 36 ആണ്. അത് ഏതൊക്കെ സംഖ്യകളാണെന്ന്. അപ്പോൾ ഒരു സംഖ്യ, ആദ്യത്തെ സംഖ്യ നമ്മൾ എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തെ സംഖ്യ നമുക്ക് എക്സ് പ്ലസ് 1 എന്ന് എടുക്കാം അല്ലേ. മൂന്നാമത്തെ സംഖ്യ നമുക്ക് ആ ആദ്യത്തെ സംഖ്യയിൽ നിന്ന് 2 കൂട്ടിയതായിരിക്കൂലേ. സോ എക്സ് പ്ലസ് 2 എന്ന് എടുക്കാം. അതാണ് 36 എന്ന് പറയുന്നത്. പിന്നെ അത് സിംപ്ലിഫൈ ചെയ്ത് വരികയാണ്. അതിൽ നിന്ന് എത്ര എക്സ് ഉണ്ട്? 3x ഉണ്ട്. സോ 3x പ്ലസ് അതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 പ്ലസ് 2. അപ്പോൾ നമ്മളത് 3 എന്ന് എഴുതും. സോ 3x പ്ലസ് 3 is equal to 36. പിന്നെ അത് സിംപ്ലിഫൈ ചെയ്ത് വരികയാണ്. 3x is equal to 36 minus 3 is equal to 33.
3x is equal to 33. x is equal to 33 divided by 3 is equal to 11. അപ്പോൾ നമുക്ക് ആദ്യത്തെ സംഖ്യയാണ് 11 ആയിട്ട് കിട്ടിയത്. അപ്പോൾ ബാക്കി രണ്ട് സംഖ്യകൾ എങ്ങനെയായിരിക്കും? നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 11, 12, 13. അപ്പോൾ നിങ്ങൾക്കിത് ആദ്യത്തെ സംഖ്യയാണ് ഞാൻ എക്സ് എന്ന് എടുത്തത്. നിങ്ങൾക്കിത് നടുക്കത്തെ സംഖ്യ എക്സ് എന്ന് എടുത്തിട്ട് ആദ്യത്തെ സംഖ്യ എക്സ് മൈനസ് 1 എന്നും മൂന്നാമത്തെ സംഖ്യ എക്സ് പ്ലസ് 1 എന്നും എടുക്കാം. ഇനി മൂന്നാമത്തെ സംഖ്യ എക്സ് എന്ന് എടുത്തിട്ട് രണ്ടാമത്തെ സംഖ്യ നിങ്ങൾക്ക് എക്സ് മൈനസ് 1 എന്നും ആദ്യത്തെ സംഖ്യന് എക്സ് മൈനസ് 2 എന്നും എടുക്കാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് എക്സ് ഇട്ട് എടുക്കാം. സോ 11 അത് നമ്മളത് ചെക്ക് ചെയ്യുന്നത് വേണമെങ്കിലും താഴെ എഴുതാം. 11 പ്ലസ് 12 പ്ലസ് 13 ഇസ് ഈക്വൽ ടു 36. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. ദ സം ഓഫ് 3 consecutive even numbers is 36. What are the numbers? The sum of 3 consecutive even numbers is 36. What are the numbers? Answer. ഇവിടെ ഈവൻ നമ്പേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തടുത്തിട്ടുള്ള ഈവൻ നമ്പേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയായിരിക്കും? ഓരോ ഈവൻ നമ്പേഴ്സ് തമ്മിൽ 2 ആയിരിക്കും. 2 ആണ് അതിൻ്റെ ഡിഫറൻസ്. സോ ആദ്യത്തെ നമ്പർ നമ്മൾ എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തെ നമ്പർ നമ്മൾ എക്സ് പ്ലസ് 2 എന്ന് എടുക്കണം. കാരണം അതിൻ്റെ ഡിഫറൻസ് 2 ആണ്. മൂന്നാമത്തെ നമ്പർ അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് 4 എന്ന് എടുക്കണം. ഇനി നടുക്കത്തതാണ് എടുത്തെങ്കിൽ എക്സ് മൈനസ് 2 എന്നും എക്സ് പ്ലസ് 2 എന്നും എടുക്കാം. മൂന്നാമത്തെയാണ് എടുത്തെങ്കിൽ എക്സ് മൈനസ് 2 എക്സ് മൈനസ് 4 എന്നും എടുക്കാം. സോ ഞാൻ ഇവിടെ ആദ്യത്തെ നമ്പറാണ് എക്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ് പല വഴിയിലായിട്ട് എടുക്കാം. എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 36. ആ 3 ഈവൻ നമ്പേഴ്സിൻ്റെയും അടുത്തടുത്തിട്ടുള്ള 3 ഈവൻ നമ്പേഴ്സിൻ്റെയും തുകയാണ് 36 എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല. 3x പ്ലസ് 6 അതിനെ സിംപ്ലിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു 36. 3x ഈസ് ഈക്വൽ ടു 36 മൈനസ് 6 ഈസ് ഈക്വൽ ടു 30. 3x ഈസ് ഈക്വൽ ടു 30. x ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് 10, 12, 14 എന്ന് കിട്ടും. ഇത് 3 ഈവൻ നമ്പേഴ്സ് ആണ്. ഇതിൻ്റെ സമ്മ് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് എഴുതാം. 36 ആണ്. ഇനി മൂന്നാമത്തെ പാർട്ട് നോക്കാം. Can the sum of 3 consecutive odd numbers be 36? Why? Can the sum of 3 consecutive odd numbers be 36? Why? 3 അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് 36 ആകുമോ? എന്തുകൊണ്ട്? Sum of odd numbers of odd integers is always an odd number. അതായത് ഇവിടെ അതിൻ്റെ സമ്മ് 36 ആവില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ 3 ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം, 2 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ ഒരു ഈവൻ നമ്പറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ 3 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ ഈവൻ നമ്പറാണ് കിട്ടുക. അപ്പോൾ ആ ഈവൻ നമ്പറും പിന്നെ മൂന്നാമത്തെ ഓഡ് നമ്പറും കൂടെ കൂട്ടിയാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഓഡ് നമ്പറേ കിട്ടുള്ളൂ, ഈവൻ നമ്പർ കിട്ടില്ല. 36 ഒരു ഈവൻ നമ്പറാണ്. So sum of odd numbers of odd integers is always an odd number. ഇനി അടുത്ത പാർട്ട് നോക്കാം. The sum of 3 consecutive odd numbers is 33. What are the numbers? The sum of 3 consecutive odd numbers is 33. What are the numbers? Answer. x plus 2 plus x plus 4 is equal to 33. 3x plus 6 is equal to 33. 3x is equal to 33 minus 6 is equal to 27. 3x is equal to 27. x is equal to 27 divided by 3 is equal to 9. So numbers are 9, 11 and 30. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം, കൂട്ടിയിട്ട് എഴുതാം. 33 തന്നെയാണ് കിട്ടുന്നത്. ഇനി അഞ്ചാമത്തെ പാർട്ട്. The sum of 3 consecutive natural numbers is 33. What are the numbers? The sum of 3 consecutive natural numbers is 33. What are the numbers? Answer. x plus 1 plus x plus 2 is equal to 33. 3x plus 3 is equal to 33. 3x is equal to 33 minus 3 is equal to 30. x is equal to 30 divided by 3 is equal to 10. So numbers are 10, 11 and 12. നിങ്ങൾക്കിത് കൂട്ടി ചെക്ക് ചെയ്യാം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്. In a calendar, a square of 4 numbers is marked. The sum of the numbers is 80. What are the numbers? In a calendar, a square of 4 numbers is marked.
The sum of the numbers is 80. What are the numbers? അപ്പോൾ ഇത് ഞാനാണെങ്കിൽ വിക്ടേഴ്സ് ക്ലാസ്സിൽ ചർച്ച ചെയ്തപ്പോൾ ഇതിൻ്റെ വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. 4 കോളമാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. സോ ആ 4 കോളത്തിൻ്റെയും സമ്മാണ് ഇവിടെ 80 എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ നമ്പറിന് x എന്ന് കൊടുത്താൽ അടുത്തുള്ള നമ്പറിന് x+1 എന്നും അതിൻ്റെ താഴെയുള്ളതിനെ x+7 എന്നും അതിൻ്റെ അടുത്തുള്ളതിന് x+8 എന്നും നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൾജിബ്രിക് ഫോമിൽ സാധാ ചെയ്യുന്ന പോലെ x+1 + x+7 + x+8 = 80. 4x + 16 = 80. 4x is equal to 80 minus 16 is equal to 64. So x is equal to 64 divided by 4 is equal to 60. അപ്പോൾ numbers are 16, 17, 23, 24. അപ്പോൾ അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടി നോക്കൂ. അപ്പോൾ നമുക്ക് 80 ആണ് ലഭിക്കുക. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. A square of 9 numbers is marked in a calendar. The sum of all these numbers is 90. What are the numbers? അപ്പോൾ ഇത് 9 കോളങ്ങളുണ്ട്. നേരത്തെ വെറും 4 കോളങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 വഴിയിലൂടെ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ x ഇട്ടിട്ട് x-7, x+7, x+6, x+8, x-8, x-6, x-1, x+1 അങ്ങനെയൊക്കെ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഒരു സിമ്പിൾ വേ ആണെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ നടുക്കത്തെ സംഖ്യയുടെ 9 ഇരട്ടിയാണ് എന്ത് ഈ അതിൻ്റെ സം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. നമുക്കിവിടെ സമ്മ് 90 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടുക്കത്തത് കണ്ടുപിടിക്കാനായിട്ട് 90 ഡിവൈഡഡ് ബൈ 9 ചെയ്താൽ മതി. നമുക്ക് 10 എന്ന് കിട്ടി. എന്നിട്ട് ഇത് ബാക്കിയുള്ളത് x-1 അതായത് 10ൽ നിന്ന് 1 കുറഞ്ഞത് അത് 9, 10ൽ നിന്ന് 1 കൂടിയത് അതിൻ്റെ റൈറ്റ് സൈഡിൽ, അപ്പോൾ അത് 11. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാം. We already know that the sum of these numbers will be the 9 times of the middle number. So 9x is equal to 90, x is equal to 90 divided by 9 is equal to 10. So the numbers are 2, 3, 4, 9, 10, 11, 16, 17, 18. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ ഇതിൻ്റെ പാർട്ട് 3 ആയിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ ഇതിൻ്റെ പാർട്ട് 1-നായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും വിസിറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.